യുവവാണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. കാഴ്ചയില്ലാത്തവർക്ക് ശബ്ദത്തിന്റെ ലോകം കൊണ്ട് അത്ഭുതം തീർത്ത ഒരു NGOയുടെ സ്ഥാപകയാണ് ഇന്ന് നമ്മളുടെ കൂടെ യുവവാണിയിൽ അതിഥിയായിട്ടുള്ളത് ദേവി കൃഷ്ണ. സ്വാഗതം യുവവാണിയിലേക്ക്. നമസ്കാരം. ഹിഡൻ വോയിസസ് എന്നൊരു NGOയുടെ സ്ഥാപകയാണ്. അപ്പോൾ സ്വന്തം വാക്കുകളിൽ കൂടെ തന്നെ ഒന്ന് ഹിഡൻ വോയിസസിനെ പറ്റി പറയാമോ? ഹിഡൻ വോയിസസ് എന്ന് പറയുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് അറിയണ്ട, അതുകൊണ്ടാണ് ഈ പേര് എൻ്റെ മോളിട്ടത്. ബേസിക്കലി ഞങ്ങൾ എംപവറും റീഹാബിലിറ്റിയും കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്കും അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ള സ്ക്രൈബിംഗ്, ദാറ്റ് ഈസ് റൈറ്റിംഗ് എക്സാം ഉണ്ട്, അവരെ പുറത്ത് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ അവർക്കൊരു ലൈഫ് സ്കിൽ പഠിപ്പിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു ബുക്ക് ഡൊണേറ്റ് ചെയ്യുക, ഒരാൾക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുക, ഡ്രസ്സ് കൊടുക്കുക അല്ല ഇമ്പോർട്ടൻറ്റ്. അയാളെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അയാളെ ഈ ലോകത്തേക്ക് വന്ന് നമ്മൾ ഇൻക്ലൂസീവ് ആക്കുക എന്ന് പറയില്ലേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻക്ലൂസീവ് ആക്കുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ അതാണ് ഹിഡൻ വോയിസസ്. അപ്പോൾ എന്തുമാത്രമാണ് ഇപ്പോൾ ഞാൻ ഹിഡൻ വോയിസസിനെ പറ്റി വായിച്ചപ്പോൾ കണ്ടിരുന്നു, ഒരുപാട് പേര് 5 വയസ്സ് മുതൽ 60 വയസ്സിന് മേലെ ഉള്ളവർ വരെ വോളണ്ടിയർ ചെയ്തിട്ട് അവരുടെ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വോയിസ് ആൻഡ് ഹിഡൻ വോയിസ്. ഈ വോയിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് ഒരുപാട് ബുക്ക് വായിച്ചറിയാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളോട് ചോദിക്കും ഇന്ന ബുക്ക് വായിച്ചു തരാൻ പറ്റും. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ പബ്ലിക് ഡൊമൈൻ, നമുക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ പാടില്ല എന്ന് വെച്ചാൽ ഇവർക്ക് പബ്ലിക് ഡൊമൈൻ ഉണ്ട്, അവിടെ എന്ത് ബുക്സ് വന്നാലും നമുക്ക് വായിക്കാം. ഇവർക്ക് അക്കാഡമിക്സ് ബുക്സ് ആണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ വായിക്കുന്ന ലക്ഷ്മികാന്തിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 700 and above പേജസ് ആണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പല GK നമുക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹിഡൻ വോയിസസിൽ എല്ലാവരും ഇപ്പോൾ ബുദ്ധിമാനികളാണ്. കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കരോർപതി വിൻ ചെയ്യും, കാരണം അത്രയും നോളജാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അതെങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റുക, ദാറ്റ് ഇസ് ഇറ്റ് വിൽ ബി ഇൻ എ വെരി ടഫ് ഇംഗ്ലീഷ് തിങ് അല്ലേ. അപ്പം ഞങ്ങളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവർക്ക് മനസ്സിലാക്കുന്ന പോലെ ഞങ്ങൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പണി കിട്ടും. കാരണം എല്ലാവരും കൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് ടൈം കൂടും. സോ ഞങ്ങൾ അത് കുറച്ച് സ്ലോ പേസ് ആയിട്ട്, കാരണം ഇപ്പോൾ ഒരു AI സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ വന്നില്ലേ, അത് വായിക്കുമ്പോൾ ചറപറപറപറയെന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റ് അടിക്കുന്ന പോലെ വായിക്കും. അത് ഇറ്റ് ഡസൻ ഹാവ് ലൈഫ്. നമുക്കൊരു കഥ പറയുമ്പോൾ അറിയാവോ, ആ എക്സ്പ്രഷൻ വേണ്ടേ, ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് വെറുതെ ഇങ്ങനെ മെക്കാനിക്സ് ആയിട്ട് വായിക്കണ കൊണ്ട് ഇവർക്ക് അത് താല്പര്യമില്ല. ഇപ്പം ഇവരെല്ലാവരും കൂടെ എവിടെയോ മനുഷ്യന്റെ വോയിസ് ഉള്ള അങ്ങോട്ടേ വരും. അപ്പം ഞങ്ങൾ ഏകദേശം 17 ലാംഗ്വേജസ് വായിക്കുന്നുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് മാത്രമല്ല, വേറെ കുറേ ലാംഗ്വേജസ്, ഇന്ത്യൻ ലാംഗ്വേജസ്. കാരണം ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്, ടു ബി വെരി പ്രിസൈസ്, വെർണാക്കുലർ ലാംഗ്വേജസ് എന്ന് പറയും. അത് AI കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വായിക്കാൻ. സോ ആ ഒരു വായനയിൽ ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിലിപ്പം നമ്മൾ പറഞ്ഞു ഒരു വോളണ്ടിയർ ആവുന്നതിൽ 6 വയസ്സ് മുതൽ ഉള്ള ഇതുണ്ടെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇപ്പോൾ കുട്ടികൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരണമെന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുമാത്രം കുട്ടികൾ ഈ സംഘടനയിൽ ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്? കുട്ടികൾ ഒരുപാടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, നല്ല ശീലം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന്. അപ്പം ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ട്യൂഷൻ കൊടുക്കാനും, അതുപോലെ തന്നെ എൻ്റെ 17 വയസ്സിലല്ല, ഇതിന് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, ഞാൻ ട്യൂഷൻ എടുത്ത്. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്നൊരു കാലത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ അപ്പൂപ്പനും വരെ. സോ അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് അത് ആ വഴി ചിന്തിച്ചുകൂടാ, റൈറ്റ്? സോ ഇത് ഹിഡൻ വോയിസസ് തുടങ്ങേണ്ട കാരണം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ സ്റ്റോറി, നല്ല വലിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവളുടെ കൂടെയാണ്, കസിൻസ് എന്ന് പറയാം, 2-3 പേരുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞു നിനക്ക് വായിക്കാൻ കഴിവുണ്ടല്ലോ, വൈ ഡോണ്ട് യു ജോയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറൊരു ടീമിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വായിച്ചു, ഇറ്റ് വാസ് മൊണോട്ടണസ്, അല്ലെങ്കിൽ ഒരുമാതിരി ന്യൂസ് റീഡർ വായിക്കണ പോലെ. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. ഒരുപാട് ബുക്കുകളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര. ആൻഡ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഞാൻ ഇന്ന ആർട്ടിക്കിൾ വായിക്കാന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ, ആ ബുക്ക് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ആ ആർട്ടിക്കിളുടെ റീഡിങ് വരണേ. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയല്ല. ഇപ്പം നമുക്ക് ഹോട്ട് ന്യൂസ് എന്ന് നമ്മൾ പോകുന്നുണ്ട്, റൈറ്റ്? അത് ഓക്കെ, വേണ്ട, ഹോട്ട് ന്യൂസ് വിടും. രജനീകാന്തിന്റെ പടം വരയ്ക്കും ഞാൻ എത്ര പേരാ ഓടിപ്പോയി ഫസ്റ്റ് ഷോ കാണുന്നത്. അതുപോലെ എന്തുകൊണ്ട് ഇവർക്ക് ആ ഹോട്ട് ന്യൂസ് ആയിട്ട് കൊടുക്കുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഹോട്ട് ന്യൂസ്. ആ ടൈം, ആ ഒരു കമ്പാഷൻ, ആ ഒരു എമ്പത്തി ആർക്കും ഇല്ല. കാരണം ഇതിൽ സിമ്പത്തി ഭയങ്കര ഈസിയാണ്. ദാറ്റ് ഈസ് പാവം കൊച്ചു, ബട്ട് എമ്പത്തി ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ഇതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞാനൊരു ബീങ് എ തെറാപ്പിസ്റ്റ്, ബീങ് എ കൗൺസിലർ, ഒരു കൊച്ചിലിൽ ചെറുപ്രായത്തിൽ തന്നെ ഇത് വരുവാണെങ്കിൽ അവൻ നാളെ 18 വയസ്സ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവൻ്റെ മനസ്സിൽ നല്ലതുണ്ടാവും. ആ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 60+, അവർക്ക്
എന്തായാലും മക്കള് ജോലിക്ക് പോകും, അവര് മറ്റേ അറിയാ ഉണ്ടാവില്ല, സ്ഥലത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വഴക്കിട്ട് പോയിട്ടുണ്ടാവും. അവരൊക്കെ ഒറ്റപ്പെട്ടുന്ന സമയമാണ്. അപ്പൊ അവർക്ക് വായിക്കാനുള്ള യു ഡോണ്ട് ഹാവ് ടു റീഡ് ഇംഗ്ലീഷ്. നിനക്ക് മലയാളം വായിക്കാല്ലേ, നിന്റെ മദർ ടങ് തമിഴാണെങ്കിൽ നിനക്ക് അത് വായിക്കാം. സോ അവർക്കത് വായിച്ച് അവർക്ക് ആ ഒരു അത്രയും 20 minutes വീക്ക് അത്രേ ഉള്ളൂ. ആ വീക്ക് 20 minutes നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാലോ. ചിലപ്പോൾ 20 minutes വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഒരു പാർട്ടേ വായിക്കുള്ളൂ, നിങ്ങൾ ഫുള്ളും കൂടെ വായിക്കത്തില്ല. അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ ആക്ച്വലി ഇറ്റ് വിൽ ബിക്കം 2 hours. വൈ? ബിക്കോസ് ഞങ്ങൾ ഒരുപാട് ടാസ്ക് കൊടുക്കും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ശബ്ദമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വായിച്ചു തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ പണിയൊന്നുമില്ല. കാരണം നമ്മൾ 20 മിനിറ്റ് TV കാണുന്ന ഒരു സമയമേ ഉള്ളൂ. അപ്പോൾ വളരെ എന്താ പറയുക, നല്ലൊരു ഇന്റൻഷനോട് കൂടി തുടങ്ങിയ ഒരു NGO ആണ്. എന്താണ് ഇപ്പോഴത്തെ NGOയുടെ സ്ട്രെങ്ത്? ഇപ്പോൾ സ്ഥാപക എന്ന നിലയ്ക്ക് ദേവി കൃഷ്ണ തന്നെയാണ് അതിന്റെ ഒരു പില്ലർ എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ എത്ര വോളണ്ടിയേഴ്സ് ഉണ്ട്, എത്ര സ്ഥലത്തുണ്ട്, എന്താണ് ഇപ്പോൾ ഒരു ഹിഡൻ വോയിസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഞങ്ങൾ തുടങ്ങിയത് ഞാൻ ഒരൊറ്റ ആളായിട്ട് കൊണ്ടാണ്. കാരണം ഞാൻ ഒരുവിധം 6 ലാംഗ്വേജസ് വായിക്കും. സോ അങ്ങനെ ഞങ്ങൾ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹെവി ആയി തുടങ്ങി. അതങ്ങനെ വേർഡ് ഓഫ് മൗത്തിൽ തുടങ്ങിയതാണ്. പിന്നെ ഒരു 5 വോളണ്ടിയറായി. ഇപ്പം ഞങ്ങൾ മോർ ദാൻ 5,000 വോളണ്ടിയേഴ്സ് ഉണ്ട് ത്രൂ ഔട്ട് ദി വേൾഡ് ആണ്. ഇറ്റ്സ് നോട്ട് ഇൻ ജസ്റ്റ് കൊച്ചിൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വെക്കഴിഞ്ഞാൽ ഈവൻ 2-3 ഫോറിനേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ നേവൽ അഡ്മിറൽസ് ആൻഡ് ആർമിയിൽ വർക്ക് ചെയ്യുന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ഇൻ ഹൗസ് വോളണ്ടിയേഴ്സ് എന്ന് പറയും. ദാറ്റ് ഇസ് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നുള്ള വോളണ്ടിയേഴ്സ് ആണ് ഈ 5,000 ഞാൻ പറയാം. അല്ലാണ്ട് ഏകദേശം 9,000 വോളണ്ടിയേഴ്സ് ഉണ്ട്. റീച്ച് ആണെങ്കിൽ മോർ ദാൻ 1 lakh. ഇപ്പോൾ തീർച്ചയായും ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു സംവാദം കേൾക്കുമ്പോൾ ഒത്തിരി ആളുകൾക്കെങ്കിലും തോന്നുന്ന ഒരു കാര്യമായിരിക്കും, എങ്ങനെ ഹിഡൻ വോയിസിന്റെ ഭാഗമാകാൻ പറ്റും, എങ്ങനെ എന്റെ ശബ്ദം കൊണ്ട് നമുക്ക് ഒരാളുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്? ബേസിക്കൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ള കഴിവാണ്. ഇറ്റ്സ് നോട്ട് ആക്സെന്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ മലയാളിയാണ്, ഞാൻ മലയാളി ആകുമ്പോൾ എനിക്ക് ആ മദർ ടങ് ആക്സെന്റ് ഉണ്ടാവും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, റൈറ്റ്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റുന്നുള്ള മനസ്സ് വേണം. ഇത് ഞാൻ പറഞ്ഞ ആഷ് പുഷ് ഇംഗ്ലീഷ് ഒന്നും അല്ല ഞാൻ ഈ ചോദിക്കുന്ന, മനസ്സ് വേണം. കാരണം ഞാനൊരു ടാസ്ക് തരുമ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ ബീങ് എൻ അഡ്മിൻ, ഞാനൊരു ടാസ്ക് കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഹിന്ദിയിലെ ഒരാളെ ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്ക് ചെയ്യാൻ ഒരു ടൈം ലിമിറ്റേഷൻ, ആ ടൈം ലിമിറ്റേഷനുള്ളിൽ ഈ ടാസ്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതൊരു കാര്യം. Now, how you have to come and join us? ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ സ്ഥലത്തും ഹിഡൻ വോയിസസ് ഉണ്ട്. ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അതിൽ ത്രൂ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ support@hiddenvoices.org മെയിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്നത് എന്തുമാത്രമാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ആ ഒരു എലമെന്റിന്, അതായത് ഒരാൾ ഒരു കാര്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു ഹ്യൂമൻ ഇമോഷൻ വരുന്നുണ്ടോ എന്നത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി നോക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വായിച്ച് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ എനിക്ക് വായിച്ചു തരുമെന്ന് വിചാരിച്ചു, നിങ്ങളുടെ വായനയെ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യില്ല. വി ഹാവ് എ ടീം, ക്വാളിറ്റി ചെക്കേഴ്സ് എന്ന് പറയുമ്പോൾ 10-60 പിള്ളേരുണ്ട്, ഇരുന്ന് ഫുൾ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന ഓരോതിലും ഇനാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെ റോൾ പ്ലേ ചെയ്യുന്നുണ്ടോ, അത് നോവലാണ്. പക്ഷെ അക്കാഡമിക്സിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്കാഡമിക്സിൽ ബേസിക്കലി നമ്മൾ നോക്കുന്ന ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടോ, ഇന്ന പോലെ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷേ AI-ൻ്റെ ആ ഒരു ഇത് എന്തായാലും ഹ്യൂമൻ വോയിസിൽ ഉണ്ടാവില്ല. ഹ്യൂമൻ വോയിസ് യു ഗിവ് ലൈഫ് ടു ഇറ്റ്, സോ യു കാൺ കമ്പയർ. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കൊച്ചിയിലാണെങ്കിൽ ഇങ്ങനെ ഇഫ് യു ഹാവ് ടൈം വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റിലും കൂടെ യു ആർ വർക്കിംഗ്. അതിനെപ്പറ്റി പറയാമോ? ഇത് കൊച്ചി മാത്രമല്ല, ഞങ്ങൾ ത്രൂ ഔട്ട് ദ വേൾഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു IT പേഴ്സൺ, കണ്ണ് കാണാത്തൊരു HR വർക്ക് ചെയ്യുന്ന ശശികല ഉണ്ട്. ശശികലേനെ എവറി മന്ത് ട്വൈസ് പുറത്ത് കൊണ്ടുപോകാൻ നമുക്ക് ആൾ വേണം. സോ ശശികല വാണ്ട്സ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. സോ വി ഹാവ് വോളണ്ടിയേഴ്സ് ഹു ടേക്സ് ഹർ ഔട്ട്. ഇസ്കോൺ ടെമ്പിൾ ആയാലും സിനിമയായാലും മോൾ ആയാലും. പിന്നെ കൊച്ചിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആലുവല സ്കൂളിൽ, അപ്പം ഞങ്ങൾ ആ പിള്ളേരെ കൊണ്ട് പുറത്ത് പോകും. ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നൊരു ലേഡി ഉണ്ട്, ഷീ ഓൾസോ കംസ് എൻ്റെ കൂടെ വരും. എൻ്റെ ഓരോ സ്കൂട്ടർ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായി. സ്കൂട്ടർ എനിക്ക് ഇപ്പോഴാണ് റിപ്പയർ ചെയ്ത് കിട്ടിയത്. അപ്പം ഞാനിപ്പോൾ വിളിക്കണം സുമീനെ. പുറത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ടീമാണ് പുള്ളിക്കാരത്തി, നല്ലോണം പാട്ട് പാടും. അപ്പോൾ അവരെ കൊണ്ട് പുറത്ത് പോവുക, അവർക്ക് വേണ്ടിയുള്ള ചെയ്ത് കൊടുക്കുക. അവർക്ക് സിഗ്നേച്ചർ പോലും ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് സ്കൂബ ഡൈവിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ജാനുവരിയിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 പേരെ കൊണ്ടാണെങ്കിൽ എനിക്ക് 10 വോളണ്ടിയേഴ്സ് വേണം. കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഓരോ കാര്യവും. പിന്നെ ഒരു ബാത്റൂമിൽ പോവുകയാണെങ്കിലും കൂടെ അത്രയും കൊണ്ടു ചെല്ലണം. അത് പോകേണ്ട കാര്യമില്ല, പക്ഷെ കൊണ്ടു ചെല്ലണ്ടേ. അപ്പോൾ അങ്ങനത്തെ പോകുമ്പോൾ നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും അതിൽ ചോദിക്കുന്ന അതാണ്, വാട്ട് എവർ സഡൻ ഇഫ് യു വോണ്ട് ടു ബി എനിക്ക് വായിക്കേണ്ട, ക്യാൻ ബി എ വോളണ്ടിയർ ലൈക്ക് ദിസ് ടു. സോ ഇതുപോലത്തെ കാര്യവും ഞങ്ങൾ ചെയ്യാറ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 6 വയസ്സ് മുതൽ 60 വയസ്സിന് മുകളിലുള്ളവർ വരെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഹിഡൻ വോയിസസ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും അങ്ങനെ 2 തലത്തിലുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ 60 വയസ്സ്
വയസ്സിന് മുകളിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തകയും നൽകിയ ശബ്ദശകലങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കള്ളുഷാപ്പിൽ താമസിക്കുന്ന ഒരു ഗുരുവിനോട് തൻ്റെ യാഥാസ്ഥിതികരായ മാതാപിതാക്കൾ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് താഴെയിരുന്ന തമ്പി ശൂന്യയെ നോക്കി. അപ്പോൾ കുട്ടിക്കാലത്ത് വിവേകാനന്ദൻ്റെ രചനകൾ അച്ഛന് വായിച്ചു കേൾപ്പിച്ചതാണ് അവന് ഓർമ്മ വന്നത്. കഥയുടെ പേര് കാട്ടുപോത്തിന്റെ ആക്രമണം. നേരം സന്ധ്യയാവുന്നു. വലിയ കുന്തവും തോളിൽ വെച്ച് അയാൾ തന്റെ വീട്ടിലേക്കു നടക്കുകയായിരുന്നു. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്ത് കൂടി വേണം പോകാൻ. അയാൾ ചുറ്റും നോക്കി ധൃതിയിൽ മുന്നോട്ടു നടന്നു. പിന്നിൽ എന്തോ ശബ്ദം. അയാൾ തിരിഞ്ഞു നോക്കി. ഒന്നും കാണുന്നില്ല. ഒരുപക്ഷെ വല്ല ചെറിയ ജീവികളുമായിരിക്കും. ഇന്ന് ഇപ്പോൾ ഹിഡൻ വോയിസസ് എന്ന് പറഞ്ഞത് എന്താ പറയാ, വളരെ ചുരുക്കം വോളണ്ടിയേഴ്സിന് തുടങ്ങി ഇപ്പം 5000+ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? അതല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ടെക്നിക്കലി പറയുന്നില്ലെങ്കിലും എന്താണ് ഹിഡൻ വോയിസസിനെ കുറിച്ച് ഇനി ദേവികൃഷ്ണ കാണുന്ന സ്വപ്നങ്ങൾ? എനിക്ക് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനിൽ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ദർ ഇസ് നോ വൊക്കേഷണൽ ട്രെയിനിങ് അല്ല ഇവർക്ക് വേണ്ടിയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ട് ഒരു സ്ഥലവും ഇല്ല. ഇവർക്ക് ഒന്നുമില്ല ആക്ച്വലി. എല്ലാം ഉണ്ടെങ്കിൽ ഒരുമാതിരി ഇൻറ്റീരിയർ പാർട്ട് ഓഫ് കൊച്ചിനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വെച്ചാൽ നമ്മളുടെ ജീവിതം മുന്നോട്ടാണ് പോകണം, പുറകോട്ടല്ല. എല്ലാം ഡിജിറ്റലായി ആക്കുന്ന സമയത്ത് അവർക്ക് മെട്രോ ആയാലും ഇല്ല സ്വന്തമായിട്ട് ബസ് കയറാനും ഓട്ടോ പിടിക്കാനൊക്കെ അവർക്ക് സിറ്റിയിൽ വന്നേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സിറ്റിയിൽ എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 2025 തൊട്ടാണ് ഞങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളൂ. CSR ഒക്കെ ചോദിക്കാനും ഫണ്ട് ചോദിക്കാനും. ഡൊണേഷൻസ് വരും, പക്ഷേ ഫണ്ട് ചോദിക്കുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മളെപ്പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം. അതാണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് ഞാൻ നോക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു സംഘടന നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡെഡ് ലൈൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ് ലൈൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് ഇല്ലാണ്ട് ഒരു കാര്യം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സിനിമ കാണാൻ പോയാലും ടൈമിനല്ലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ സിനിമ പകുതി കഴിഞ്ഞു കാണില്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാത്തിനും ടൈം ഫോളോ ചെയ്യും. പക്ഷെ ഇതിൽ പറ്റില്ല. വോളണ്ടറി എന്ന് പറഞ്ഞാൽ അത് ടൈം ഇല്ല. അത് എവിടെയായാലും അവരുടെ ഇഷ്ടത്തിന് വരും, അവരുടെ ഇഷ്ടത്തിന് പോകും. അല്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനും ഇഷ്ടത്തിനും പോകും. പക്ഷെ അവർക്ക് കണ്ണ് കാണാത്തവർ നമ്മളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇവരെ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഒരു ഫുൾ ബുക്ക് വായിച്ചു കൊടുത്താലും അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുക. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേറൊന്നും തരണ്ട, നിങ്ങൾ പൈസയോ ഒന്നും തരണ്ട. പക്ഷെ അറ്റ്ലീസ്റ്റ് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുക. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് അത്ര ഹൈ ഡിമാൻഡ് ആണ്. പിന്നെ ചിലവരൊക്കെ ഉണ്ട് ഭയങ്കരമാണ്, എട്ടുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയക്കും, വോയിസ് നോട്ട് അയക്കും, ചിലവർ വീഡിയോ തന്നെ അയക്കും. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ റീഡേഴ്സ് അവിടെ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമില്ല. കാരണം ഇവർ തന്നാലും തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കടമ ചെയ്യും. കാരണം ഉറക്കമില്ലാത്ത ഒരുപാട് ദിവസങ്ങൾ എനിക്കും വന്നിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർക്ക് പേഴ്സണൽ കാര്യമുണ്ട്, അവരുടെ ലൈഫ്, അവർക്ക് പുറത്തു പോകണം. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങോട്ടും ചിന്തിക്ക്, എനിക്ക് പുറത്തു പോകണ്ടേ, എനിക്കൊന്നും ചെയ്യണ്ടേ. ഒരിക്കല് ഒരാൾ എൻ്റെ അടുത്ത് എന്തോ പറയുണ്ടായി, ഞാൻ ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്, എനിക്ക് ഭയങ്കര റൂഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് എന്തോ പേഴ്സണൽ കാര്യമില്ല, അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം ഞാൻ കേട്ടിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് ഞാൻ വെച്ചു. എൻ്റെ ബ്രദർ മരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ബോഡി ഫ്രണ്ടിലിരിക്കുക, അപ്പം കൂടെ എനിക്ക് കോൾസ് വന്നിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് പറയേണ്ട കാര്യമില്ല, എൻ്റെ ബ്രദർ മരിച്ചിരിക്കുക, അത് ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ തെറ്റാണ്, പക്ഷെ എനിക്ക് പറയണം തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം. അപ്പം എൻ്റെ സൗണ്ട് മാറിയിട്ടും അവരെ ഫോൺ വെച്ചിട്ടില്ല, അവരിങ്ങനെ തൊരി സംസാരം ചോദിച്ചോണ്ടിരിക്കുക, സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നത്തെ ഒരു ദിവസം സമയം തരൂ, ഞാൻ നാളെ വിളിക്കാം, അവർക്ക് നാളെ ഞാൻ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വോളണ്ടിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോളണ്ടിയർ ആവുക എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് വില്ലിലാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരു കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടോ നമ്മളിപ്പോൾ ഹിഡൻ വോയിസിൻ്റെ പാട്ടായി കഴിഞ്ഞാൽ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചോ, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനോ സർട്ടൻ ആസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 150 മണിക്കൂർ വോളണ്ടറി ചെയ്യണം, കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹിഡൻ വോയിസസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം എന്തുകൊണ്ട് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് പറയണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡൊണേഷൻ വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അപ്പം നിങ്ങൾ എത്ര മണിക്കൂർ, ഇപ്പോൾ ഒരുപാട് പുറത്തുനിന്ന് പിള്ളേരൊക്കെ വന്ന് ഇൻറ്റേൺസ് ചെയ്യാറുണ്ട്. ബട്ട്
ഡയറക്റ്റ്ലി വരേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഓൺലൈനിലാണല്ലോ. ഡയറക്റ്റ്ലി വരുന്നതും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, ബട്ട് അത് അത്രയും ആയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് ഓഫീസ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇത് എല്ലാം വാലിഡ് ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടും വരാം. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക്. അപ്പോൾ 2019 സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോൾ 5th ആനിവേഴ്സറി വളരെ നന്നായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ. അതെ, ഒരുപാട് ആളുകളുടെ അനുഗ്രഹവും കാര്യങ്ങളും തീർച്ചയായിട്ടും ഹിഡൻ വോയിസസ് ഉണ്ടാവും. ബിക്കോസ് കാണാത്തവരുടെ ലോകത്ത് ശബ്ദം കൊണ്ട് സന്തോഷങ്ങൾ തീർക്കുന്ന ഒരു NGO ആണ്. ഓൾ ദി ബെസ്റ്റ് ദേവി കൃഷ്ണ, താങ്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഹിഡൻ വോയിസസിനും. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഇന്റർവ്യൂയിങ് മീ. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 8714204851 8714204851 ഇതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യാം. താങ്ക് യു. കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പുസ്തക വായന, സ്ക്രൈബിംഗ് തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ അവരുടെ സന്തോഷത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന ഹിഡൻ വോയിസസ് എന്ന സംഘടനയുടെ സ്ഥാപകയായ ദേവി കൃഷ്ണയുമായുള്ള സംവാദമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പം ഫെറിൻ. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 94475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.